നമ്മുടെ എല്ലാവരുടെയും മൊബൈലിൽ നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മുടെ ഫോൺ നമ്പർ അതുപോലെ അഡ്രസ്സ് എല്ലാം തന്നെ ഷെയർ ആകുന്ന ഒരു കാര്യത്തെക്കുറിച്ചെല്ലാമാണ് പറയുന്നത്. അതായത് നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ എല്ലാം നിങ്ങൾ അറിയാതെ തന്നെ ലീക്ക് ആകുന്ന ഒരു സെറ്റിംഗ് എല്ലാമാണ് പറയുന്നത്. ഇത് ക്രോമിലെ ഒരു സെറ്റിങ്ങിലും അതുപോലെ ഫോണിൻ്റെ ഒരു സെറ്റിങ്ങിലെല്ലാം നിങ്ങൾക്ക് ഈ ഒരു കാര്യമെല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ ഇത് നിർബന്ധമായും നിങ്ങൾ ഈ ഒരു കാര്യത്തെക്കുറിച്ചെല്ലാം അറിഞ്ഞിരിക്കുക. അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ എല്ലാം തന്നെ നമ്മൾ അറിയാതെ തന്നെ ലീക്ക് ആകുകയെല്ലാം ചെയ്യും. അതിനാൽ തന്നെ ഈ ഒരു കാര്യമെല്ലാം നിർബന്ധമായും നിങ്ങൾ ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്യുകയും ഈ ഒരു സെറ്റിംഗ് എല്ലാം ഇപ്പോൾ തന്നെ സെറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യുക. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി ആദ്യം തന്നെ ഞാൻ ഇവിടെ ക്രോം ബ്രൗസറാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇത്തരത്തിൽ ഈ ഒരു ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഒരു 3 ഡോട്ടിൽ പ്രസ് ചെയ്ത് സെറ്റിംഗ്സ് എന്നതിലാണ് ഞാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ മെയിൽ ഐ ഡി എല്ലാം മുകളിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി താഴേക്ക് സ്ക്രോൾ ചെയ്തു വരുമ്പോൾ അഡ്രസ്സസ് ആൻഡ് മോർ എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഇതിൽ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം സേവ് ആൻഡ് ഫിൽ അഡ്രസ് ഇൻക്ലൂഡ് ഇൻഫർമേഷൻ സച്ച് ആസ് ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ് ആൻഡ് ഡെലിവറി അഡ്രസ്. അപ്പോൾ ഇങ്ങനെ ഈ ഓട്ടോ ഫില്ലെല്ലാം ചെയ്തു വയ്ക്കുമ്പോൾ നമ്മൾ അറിയാതെ ഇത്തരത്തിൽ ഏതെങ്കിലും സൈറ്റിലെല്ലാം പോകുമ്പോൾ ഓട്ടോ ഫിൽ എന്നെല്ലാം ടൈപ്പ് ചെയ്ത് അതായത് നമ്മുടെ ഇൻഫർമേഷൻ ഓട്ടോമാറ്റിക്കായി ഫില്ലാവുകയും നമ്മൾ ഇത് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഡാറ്റ എല്ലാം തന്നെ അവരിലേക്ക് എത്താനുമുള്ള സാധ്യതയെല്ലാം കൂടുതലാണ്. അതിനാൽ തന്നെ ഈ ഒരു കാര്യമെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഇത് സെറ്റിംഗ്സിൽ ഞാൻ ഈ ഒരു കാര്യമെല്ലാം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കാൻ സാധിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണിത്. സെറ്റിംഗ്സ് എന്നതിൽ പോയതിനു ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ഗൂഗിൾ സർവീസ് എന്ന് വന്നിരിക്കുന്നത് കാണാം. ഇതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ ഓൾ സർവീസസ് എന്നതിലാണ് ടാപ്പ് ചെയ്യേണ്ടത്. ഇനി ഏറ്റവും താഴേക്ക് ഇതുപോലെ സ്ക്രോൾ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോ ഫിൽ ആൻഡ് പാസ്വേഡ്സ് എന്നതിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഫോൺ നമ്പർ ഷെയറിംഗ് എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നുണ്ട്. ഇതിൽ ഫോൺ നമ്പർ ഷെയറിംഗ് ഇത് ഓൺ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഇത് ഓഫ് ചെയ്ത് വെക്കുക. കാരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ എല്ലാം തന്നെ ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു ഫോൺ നമ്പർ ആക്സസ് എല്ലാം നൽകുന്നുണ്ട് എന്നതാണ് ഇവിടെ കാണിക്കുന്നത്. അതിനാൽ തന്നെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ എല്ലാം തന്നെ ഇത്തരത്തിൽ നമ്മുടെ ഈ പേഴ്സണൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഫോൺ നമ്പർ എല്ലാം ആക്സസ് ചെയ്യാനും അപ്പോൾ അവർക്ക് ഇത് മറ്റുള്ളവരിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും അതുവഴി നമ്മുടെ ഫോൺ നമ്പർ എല്ലാം തന്നെ പല ആളുകളിലേക്ക് എത്താനുമുള്ള ഒരു സാധ്യതയെല്ലാമാണ് ഇവിടെ കാണുന്നത്. അതിനാൽ തന്നെ ഈ ഒരു കാര്യമെല്ലാം ഇപ്പോൾ തന്നെ ഓഫ് ചെയ്ത് വെക്കുക. ഇനി ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യം, ഇത് നിങ്ങൾ സെറ്റിംഗ്സിൽ പോയതിനു ശേഷം ഇവിടെ നിങ്ങൾ പെർമിഷൻ മാനേജർ എന്ന് സെർച്ച് ചെയ്യുക. ഇത്തരത്തിൽ ഈ പെർമിഷൻ മാനേജർ എന്നതിൽ പോയതിനു ശേഷം ഇവിടെ പെർമിഷൻ മാനേജർ എന്നതിൽ ടാപ്പ് ചെയ്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ ഏതെല്ലാം ആപ്ലിക്കേഷന് അല്ലെങ്കിൽ നമ്മുടെ ഏതെല്ലാം ആക്സസ് എല്ലാം കൊടുത്തിട്ടുണ്ട് എന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം മൈക്രോഫോൺ, അതുപോലെ ലൊക്കേഷൻ, അതുപോലെ കോണ്ടാക്ട്സിന് നമ്മൾ 19 ആക്സസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതായത് 19 ആപ്ലിക്കേഷന് നിലവിൽ ഈ ഒരു ആക്സസ് എല്ലാം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പോകുന്നതിൽ നിന്നും നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ആപ്ലിക്കേഷനിൽ ഏറ്റവും ആവശ്യമായ ഇപ്പോൾ ചില ആപ്ലിക്കേഷൻ നമുക്ക് ഇത് അത്യാവശ്യമായിരിക്കും. അത് നിങ്ങൾ ഡിസേബിൾ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ നിങ്ങൾക്കറിയാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻ എല്ലാം നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ആക്സസ് എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷനിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ഇപ്പോൾ അലോ എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പെർമിഷൻ എല്ലാം തന്നെ ഡു നോട്ട് അലോ എന്നാക്കി വെക്കുക. അതിനാൽ തന്നെ നമുക്ക് നമ്മുടെ പ്രൈവസിയും അതുപോലെ നമ്മുടെ ഫോൺ നമ്പർ അഡ്രസ്സ് ലീക്കേജ് എല്ലാം തന്നെ നല്ല രീതിയിൽ തടയാനെല്ലാം സാധിക്കും. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക.